ഗസലിൻ്റെ നാൾ വഴികൾ വളരെ ആധികാരികമായി തന്നെ നമുക്ക് മുൻപിൽ അല്പം മുമ്പ് അനാവരണം ചെയ്യപ്പെട്ടു. ഇവിടെ ഒരു ഗസൽ വിരുന്ന് ഒരുങ്ങുന്നതിനിടയിൽ ഒരു ചെറിയ പ്രസംഗത്തിലൂടെ ഒരു വിലങ്ങുതടിയാവണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സംഘാടകരുടെ താല്പര്യപ്രകാരം ഒരൊറ്റ കാര്യം മാത്രം ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിശദീകരിക്കുകയാണ്. ഒരു സാധാരണ സംഗീതാസ്വാദകനെ സംബന്ധിച്ചിടത്തോളം ഗസലുകളെ ഭയപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടിസ്ഥാനപരമായി എല്ലാം സംഗീതം തന്നെയാണ്. സംഗീതം അത് ഗായകൻ്റെ കലയാണ്. ഒരു ഗായകന് ആലപിക്കാൻ, ഒരു ഗായകന് പാടാൻ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് വേണം. ഒന്ന്, അയാൾക്കൊരു ട്യൂണ് വേണം, അയാൾക്കത് ട്യൂണ് പാടാനുള്ള ഒരു സാഹിത്യം വേണം. ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് അടിസ്ഥാനപരമായി ഗസലും ലളിത സംഗീതവും തമ്മിലുള്ള വ്യത്യാസം. ലളിത സംഗീതത്തിൽ ആ ട്യൂണിനെ ബേസ് ചെയ്തതുകൊണ്ട് സാഹിത്യം പാടിപ്പോകുമ്പോൾ ഗസൽ സാഹിത്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ട്യൂണിനെ പാടിപ്പോകുന്നത്. ഗുലാം അലിയുടെ അങ്ക മേക്കും എന്ന പാട്ട് ഗസലാസ്വാദകർക്ക് വളരെ സുപരിചിതമായ പാട്ടാണ്. ആ ഗാനം അദ്ദേഹം ഒരു ലൈവ് പ്രോഗ്രാമിൽ പാടിയ സമയത്ത് പല്ലവി 32 തവണ ആവർത്തിക്കുന്നുണ്ട്. ഒരേ പാട്ടിൽ തന്നെ 32 തവണ പല്ലവി ആവർത്തിക്കുന്നുണ്ട്. അത് 32 രൂപത്തിലാണ് ആവർത്തിച്ചിട്ടുള്ളത്. ഒരു തവണ പോലും റിപ്പീറ്റേഷൻ വരാതെ 32 രൂപത്തിലാണ് അദ്ദേഹം. പക്ഷേ വരികൾ ഒന്ന് തന്നെയാണ്, സാഹിത്യം ഒന്ന് തന്നെയാണ്. ഇങ്ങനെയാണ് ഗസൽ ഗായകർ പലപ്പോഴും സംഗീതത്തെ സമീപിക്കുന്നത്. ഞാൻ വളരെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് അക്കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവും. ഇപ്പം മലയാളത്തിൻ്റെ ഗസൽ ചക്രവർത്തി ഉമ്പായിക്ക് അവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ടത്. അദ്ദേഹം ദാസേട്ടൻ പാടിയിട്ടുള്ള ചില പാട്ടുകൾ ഗസൽ രൂപത്തിൽ ആലപിച്ചിട്ടുണ്ട്. ആ ആൽബത്തിൽ ശ്യാമസുന്ദര പുഷ്പമേ എന്ന ഗാനം ഉമ്പായിക്ക പാടിയിട്ടുണ്ട്. അത് പലരും കേട്ട് കാണും. ആ പാട്ടിൽ വേദന തൻ ശ്രുതി കലർന്നത് എന്ന് വരുന്നൊരു ഭാഗമുണ്ട്. ദാസേട്ടൻ പാടിയ വേദന തൻ ശ്രുതി കലർന്നത്. ഇത് ഉമ്പായിക്ക പാടിയത് വേദന തൻ ശ്രുതി കലർന്നത് എന്നാണ്. അപ്പം അവിടെ ആ വരികളുടെ അർത്ഥത്തിൽ ഊന്നിക്കൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ട്യൂണിൽ ചെറിയൊരു ഭേദഗതി വരുത്തിക്കൊണ്ടാണ് അവിടെ ആലപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ശൈലിയാണ് പൊതുവെ ഗസൽ ഗായകർ ഉപയോഗിക്കുന്നത്. അതിന് രാഗത്തിൽ നിന്നുകൊണ്ട് അവർ മനോധർമ്മം അനുസരിച്ചാണ് പലപ്പോഴും പാടുന്നത്. ആ രാഗത്തെ തുടക്കത്തിൽ ഒന്ന് വിസ്തരിക്കാറുണ്ട്, കുറച്ച് സ്വരങ്ങൾ ചെല്ലും, ചിലപ്പോൾ ഒന്ന് മൂളും. ഇത് കേൾക്കുമ്പോഴേക്കും ഒരു സാധാരണ സംഗീതാസ്വാദകൻ ഇതെന്തോ വളരെ ക്ലാസിക്കൽ മാത്രമാണ് എന്ന ധാരണയിൽ ഒഴിഞ്ഞു പോകുന്നതാണ് ഗസലിനെ ആസ്വദിക്കാൻ പലർക്കും പറ്റാതെ പോകുന്നതിൻ്റെ കാരണം. അങ്ങനത്തെ വളരെ ആഴത്തിലുള്ള ഒരു പ്രശ്നവും ഗസലിലില്ല. ഗസൽ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി ഏതൊരു സംഗീതാസ്വാദകനും ആസ്വദിക്കാവുന്ന ഒരു സംഗീത ശാഖയാണ്. അത് മനസ്സിലാക്കുക. ഇവിടെ ഒരു നല്ല യുവത്വം തുളുമ്പുന്ന ഒരു നിര തന്നെ അണിനിരന്നിട്ടുണ്ട്. അവരുടെ ആലാപനം ഈ വൈവിധ്യത്തിൽ നിന്നുകൊണ്ട് അവരെങ്ങനെ ആലപിക്കുന്നു എന്ന് നമുക്ക് കാണാം. അതിനുവേണ്ടി ഞാൻ വഴിമാറുന്നു. എല്ലാ ആശംസകളും സ്റ്റേജിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ അവസരം തന്നതിന് സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.